മാപ്പില്ലാത്ത ക്രൂരത. തൊടുപുഴയിൽ മർദ്ദനമേറ്റ 7 വയസ്സുകാരനെ രണ്ടാനച്ഛൻ ലൈംഗികമായും പീഡിപ്പിച്ചിരുന്നെന്ന് പോലീസ്. പ്രതിക്കെതിരെ പോക്സോ കുറ്റം ചുമത്തും. പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാർ രോഷാകുലരായി. കൃത്യത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നാണ് പ്രതിയുടെ മൊഴി. 7 വയസ്സുകാരനെയും പ്രതി അരുണാനന്ദ് ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ മുറിവുകളുണ്ട്. പ്രതി അരുണാനന്ദ് കുറ്റം സമ്മതിച്ചു. പ്രതിക്കെതിരെ പോക്സോ കുറ്റം ചുമത്തും. ഇളയ കുട്ടിയെ ഉപദ്രവിച്ചതിന് പ്രത്യേകം കേസെടുക്കും. ബ്രൗൺ ഷുഗർ അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണ് അരുണെന്നും പോലീസ് വ്യക്തമാക്കി. അദ്ദേഹം മറ്റുള്ള ഈ കുട്ടീനെ തന്നെ സെക്ഷനായിട്ടൊന്ന് ഹറാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഒരു ഇതോടുകൂടി തന്നെ നമ്മൾ ഇനി വേറെ കേസ് കൂടി എടുക്കേണ്ടതാണ്. അതെ, ഇപ്പോൾ ഇതായിട്ട് ഹോസ്പിറ്റലിൽ ചെയ്തു. അത് പോക്സോ കേസ് സെപ്പറേറ്റ് ഒന്നാക്കി ഇൻവോൾവ്മെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തൊടുപുഴയിലെ കുമാരമംഗലത്തുള്ള വാടക വീട്ടിൽ തെളിവെടുപ്പിന് പ്രതിയെ എത്തിച്ചപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അരുണിനെതിരെ രോഷാകുലരായി. കയ്യേറ്റ ശ്രമവും ഉണ്ടായി. കൃത്യം നടന്ന മുറിയിൽ അരുണുമായി തെളിവെടുപ്പ് നടത്തി. കൃത്യത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നാണ് അരുണിന്റെ വാദം. മദ്യലഹരിയിലായിരുന്നുവെന്ന് ഇയാൾ സമ്മതിച്ചു. ക്രിമിനൽ വാസനയുള്ള ഇയാളുടെ മൊഴി കള്ളമാണെന്നാണ് പോലീസ് നിഗമനം. തെളിവെടുപ്പ് 15 മിനിറ്റിലധികം നീണ്ടുനിന്നു. 2 ദിവസമായി കസ്റ്റഡിയിലുള്ള അരുണിന്റെ അറസ്റ്റ് ഇന്നലെ വൈകിട്ടാണ് രേഖപ്പെടുത്തിയത്. കൃത്യത്തിലെ പങ്കറിയാൻ വീണ്ടും കുട്ടിയുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തും. ന്യൂസ് 18 തൊടുപുഴ. തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിക്ക് അതിജീവന സാധ്യത ദുഷ്കരമെന്ന് ഡോക്ടർമാർ. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാറായിട്ടില്ലെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കി. കുട്ടിക്ക് വെന്റിലേറ്റർ സഹായം തുടരും. കുട്ടിയെ പരിശോധിച്ച വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാറായിട്ടില്ലെന്ന് വ്യക്തമാക്കി. വെന്റിലേറ്റർ സഹായവും ചികിത്സയും തുടരും. അതിജീവന സാധ്യത ദുഷ്കരമാണെന്നും പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ അറിയിച്ചു. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടീഷൻ. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പം BP മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. കൊച്ചായതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് ഇത്ര ഇതിന് ചെയ്യാനുള്ളത്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ശ്വാസോച്ഛ്വാസവും രക്തചംക്രമണവും നടക്കുന്നത്. ചികിത്സ തുടങ്ങി 48 മണിക്കൂർ കഴിഞ്ഞിട്ടും പുരോഗതിയില്ല. ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുമില്ല. മരുന്നുമിലുള്ള മരുന്നുകളുടെ സെയിം ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന് പറയാറായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനം അളക്കണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ പിന്നെയൊക്കെ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും റെസ്പോൺസ് വന്നാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ട്രീറ്റ്മെൻറ്റ് തുടരുന്നത്. മാരകമായി പരിക്കേറ്റ കുട്ടിയുടെ രക്തസമ്മർദ്ദത്തിൽ അടിക്കടി മാറ്റമുണ്ടാകുന്നതും മരുന്നുകളോട് പ്രതികരിക്കാതിരിക്കുന്നതും ആശങ്കയുളവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ചികിത്സ തുടരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കുട്ടിയുടെ അവസ്ഥ സംബന്ധിച്ച റിപ്പോർട്ടുകൾ കോട്ടയം മെഡിക്കൽ കോളേജ് വഴി സർക്കാരിന് കൈമാറുമെന്നും വിദഗ്ധ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. കുട്ടിയെ മർദ്ദിച്ച് ഗുരുതരാവസ്ഥയിലാക്കിയ അരുൺ ആനന്ദിനെ പോലെയുള്ള ക്രിമിനലുകളെ വെറുതെ വിടരുതെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ. ഇത്തരം ക്രിമിനലുകൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇവൻ ഒരു കൊലക്കേസിൽ പ്രതിയായ ഒരുത്തനാണ്. അവൻ അതിൽ വെറുതെ വിട്ടുപോയി. ഒരാളെ കുപ്പി കൊണ്ട് തലയ്ക്ക് അടിച്ച് പൊട്ടിച്ചതായിട്ടാണ് പത്രത്തിൽ കണ്ടത്. അപ്പോൾ എങ്ങനെ വെറുതെ വിടാനിടയായി? അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ കുഴപ്പം തന്നെയല്ലേ യഥാർത്ഥത്തിൽ വെറുതെ വിട്ടു പോകാനിടയായത്? അതിൻ്റെ കാരണം മിക്കവാറും പലപ്പോഴും സാക്ഷികളൊന്നും പറയത്തില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ നിയമം ഒരുപാട് മാറേണ്ടതായിട്ടിരിക്കുകയാണ്. ക്രിമിനൽ ജസ്റ്റിസ് ഡിസ്പെൻസിങ് സിസ്റ്റം അതിനകത്ത് ഒരുപാട് അഴിച്ചുപണികൾ വേണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അക്രമികൾ രക്ഷപ്പെടും. അവൻ രക്ഷപ്പെട്ടതുകൊണ്ട് അവൻ ജയിലിലായിരുന്നെങ്കിൽ ഈ അനർത്ഥം സംഭവിക്കില്ലല്ലോ. കൊല്ലം പൂയപ്പള്ളിയിൽ യുവതി മരിച്ചത് പട്ടിണിക്കിട്ടതിനെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിക്കുമ്പോൾ അസ്ഥികൂടം പോലെ ചുരുങ്ങിയ യുവതിക്ക് 20 കിലോഗ്രാം മാത്രം ഭാരമാണ് ഉണ്ടായിരുന്നതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയുടെ ഭർത്താവിനെയും അമ്മായിയമ്മയെയും കോടതി റിമാൻഡ് ചെയ്തു. മാർച്ച് 21 രാത്രിയാണ് കരുനാഗപ്പള്ളി അയനിവേലിക്കകത്ത് സ്വദേശിയായ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 27-കാരിയായ തുഷാര മരിക്കുമ്പോൾ 20 കിലോഗ്രാം മാത്രമായിരുന്നു ശരീരഭാരം. ശരീരം അസ്ഥികൂടം മാത്രമായി ചുരുങ്ങി. പഞ്ചസാര വെള്ളവും കുതിർത്ത അരിയുമായിരുന്നു ഭർത്താവും അമ്മായിയമ്മയും തുഷാരയ്ക്ക് നൽകിയ ഭക്ഷണം.
ആഹാരം ലഭിക്കാത്തതും ശാരീരികവും മാനസികവുമായ പീഡനവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ ഭർത്താവിനെയും അമ്മായിയമ്മയെയും പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പൂയപ്പള്ളി ചെങ്കുളം പറണ്ടോട് ചരുവിള വീട്ടിൽ ഗീതാലാൽ, മകൻ ചന്തുലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ സ്ത്രീധന പീഡന നിരോധന നിയമം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി. 1 വർഷമായി മകളെ കാണാൻ ഭർത്തൃവീട്ടുകാർ അനുവദിച്ചില്ലെന്ന് തുഷാരയുടെ അമ്മ വിജയലക്ഷ്മി പറഞ്ഞു. എനിക്കിവിടെ സുഖം, നിങ്ങളാരും ഇങ്ങോട്ട് വരെയും പോവുകയും വേണ്ട എന്ന് എൻ്റെ മോളെ കൊണ്ട് പറഞ്ഞു പറയിച്ചതാണെന്ന് ഇപ്പോഴാണ് നമ്മളറിയുന്നത്. നമ്മളും വിചാരിച്ച് നമ്മളായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കുടുംബജീവിതത്തിനൊരു കോട്ടം നട്ടുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അനങ്ങാതിരുന്നത് നമ്മളറിയില്ല ഈ കൊലവാക്കി വെച്ചിരിക്കുകയാണെന്നുള്ളത്. ന്യൂസ് 18 കൊല്ലം. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് കനത്ത ചൂടിൽ ഇന്ന് 2 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. പാറശാല സ്വദേശി ഉണ്ണികൃഷ്ണൻ നായരും പാലക്കാട് വടകരപതി സ്വദേശി ചിന്നമാളുമാണ് മരിച്ചത്. സൂര്യാഘാതമാണ് മരണകാരണമെന്നാണ് സംശയം. സംസ്ഥാനത്ത് 4 ദിവസം കൂടി കനത്ത ചൂട് അനുഭവപ്പെടും. സ്കൂളുകളിൽ അവധിക്കാല ക്ലാസുകൾ പൂർണ്ണമായി ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കി. പാലക്കാട് വടകരപതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. വടകരപതി നല്ലൂർ സ്വദേശി ചിന്നമാളുടെ മരണം സൂര്യാഘാതമേറ്റാണെന്നാണ് സംശയം. പാടത്തു കുഴഞ്ഞു വീണാണ് പാറശാല സ്വദേശി ഉണ്ണികൃഷ്ണൻ നായരുടെ മരണം. നാട്ടുകാരും പരിസരവാസികളും ചേർന്ന് പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംസ്ഥാനത്ത് ഇന്ന് ചൂടുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ 91 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. 2 പേർക്ക് സൂര്യാഘാതമേറ്റു. 59 പേർ ചൂടുമൂലം പൊള്ളലേറ്റ് ചികിത്സ തേടി. സംസ്ഥാനത്ത് ഇതുവരെ വേനൽ മഴയിൽ 51% കുറവാണുണ്ടായത്. ഏപ്രിൽ 3 വരെ കനത്ത ചൂട് തുടരും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അധ്യാപകർ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കും എന്നുള്ളതിനാൽ നമ്മൾ വീടുകളിൽ തന്നെ കുട്ടികളെ ഇരുത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. താപനിലയിൽ ചെറിയ കുറവുണ്ടായെങ്കിലും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടിയതിനാൽ ചൂടിന് ശമനമില്ല. വയനാട് ഒഴികെ 13 ജില്ലകളിലും ശരാശരിയേക്കാൾ കൂടുതലാണ് താപനില. പാലക്കാട് 40 ഡിഗ്രിയിൽ തുടർന്ന താപനില ഇന്നലെ 38.9 കുറഞ്ഞു. പുനലൂരിൽ 38 ഡിഗ്രിയായിരുന്നു താപനില. അടുത്ത 3 ദിവസം മലപ്പുറം, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ജില്ലയിൽ സൂര്യാഘാതമേറ്റ് 37 വളർത്തുമൃഗങ്ങൾ ചത്തു. മൃഗങ്ങൾക്ക് പുറമെ 100 കണക്കിന് കോഴികളും ചത്തതായി ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കി. വളർത്തുമൃഗങ്ങളെ പകൽ സമയം തുറസായ സ്ഥലത്ത് അഴിച്ചുവിടരുതെന്ന മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം പലയിടത്തും പാലിക്കപ്പെടാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക് പ്രകാരം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 22 പശു, 3 പോത്ത്, 4 ആട്, 8 വളർത്തുനായ എന്നിവയാണ് സൂര്യാഘാതമേറ്റ് ചത്തത്. ഇതിനു പുറമെ വിവിധയിടങ്ങളിലായി 220 കോഴികളും ചൂടിന്റെ കാഠിന്യത്തിൽ ചത്തതായി അധികൃതർ വ്യക്തമാക്കി. കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് അഫക്റ്റ് ചെയ്യുന്നതാണ് സാധാരണ ഇതുവരെ എല്ലാം കോൺസെൻട്രേറ്റ്, പക്ഷേ മൃഗങ്ങൾ ഒരുപാട് ഇങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചാവണമുണ്ട്. സൂര്യാതപമേറ്റ് തളർന്ന നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ദിവസേന ജില്ലാ മൃഗാശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഓമന മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അധികം വെയിലത്തൊന്നും നിർത്താണ്ട് കൂടാണെങ്കിൽ പോലും കൂട്ട് മാക്സിമം തണലത്തേക്ക് മാറ്റാം. എന്നാൽ മലമ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം മൃഗങ്ങളെ ഉച്ചസമയങ്ങളിലും അഴിച്ചുവിടുകയാണ്. ഇത് തടയാൻ കഴിയാത്തത് കൂടുതൽ പ്രതിസന്ധിക്ക് കാരണമാകും. സൂര്യാഘാതം മൂലം നിരവധി കന്നുകാലികൾ ചത്തുവീണിട്ടും പകൽ സമയങ്ങളിൽ കന്നുകാലികളെ പുറത്തിറക്കരുതെന്ന നിബന്ധന പാലിക്കാൻ പലരും തയ്യാറാകുന്നില്ല. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണം. ക്യാമറമാൻ KM പ്രയത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. രാഹുൽ ഗാന്ധി വയനാട്ടിലും പ്രിയങ്ക ഗാന്ധി വാരാണസിയിലും മത്സരിക്കുന്നത് കോൺഗ്രസ് പരിഗണനയിൽ. പ്രിയങ്കയെ ഇറക്കിയാൽ രാഹുൽ സുരക്ഷിത മണ്ഡലം തേടിയെന്ന വിമർശനം ഒഴിവാക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. കർണാടകയിലെ വിജയ സാധ്യതയിൽ ഹൈക്കമാൻഡിന് ആശങ്കയുള്ളതിനാലാണ് വയനാട് സജീവ പരിഗണനയിലെത്തുന്നത്. ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് അന്തിമ തീരുമാനമുണ്ടാകും. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിലെ പുതിയ ചർച്ചകൾ. രാഹുലിനെ വയനാട്ടിലേക്ക് സജീവമായി പരിഗണിക്കുന്നതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയെ വാരണാസിയിൽ മോഡിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കുന്നതാണ് ആലോചനയിൽ. അമേത്തിയിൽ BJPയിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്ന രാഹുൽ സുരക്ഷിത മണ്ഡലം തേടിയെന്ന വിമർശനം മറികടക്കാൻ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന നിലപാടിലാണ് പ്രിയങ്ക മത്സരരംഗത്തിറങ്ങുന്നതോടെ BJP സമ്മർദ്ദത്തിലാകുമെന്നും മോഡിയെ വാരാണസിയിൽ തളച്ചിടാമെന്നുമാണ് പ്രതീക്ഷ.
അതേസമയം രാഹുലിന്റെ കർണാടകയിലെ വിജയസാധ്യതയിൽ ഹൈക്കമാൻഡിന് ആശങ്കയുള്ളതിനാലാണ് വയനാട് വീണ്ടും സജീവമാകാൻ കാരണം. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിരുന്ന ബീദറിൽ കഴിഞ്ഞ തവണ BJP ജയിച്ചത് 92,000-ൽ പരം വോട്ടുകൾക്കാണ്. സിറ്റിംഗ് സീറ്റായ ചിക്കോടിയിൽ 3,000 ഭൂരിപക്ഷം. NCP JDS വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ രാഹുലിന് വിജയിക്കാനാകൂ എന്നതാണ് അവസ്ഥ. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും സമ്മർദ്ദം ശക്തമായതിനാൽ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് രാഹുലിന്റെ തീരുമാനമുണ്ടാകും. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വയനാട് സീറ്റിൽ അനിശ്ചിതത്വം തുടരുന്നതിൽ പരസ്യ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. നിലവിലെ സാഹചര്യം പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും തീരുമാനം പെട്ടെന്ന് വേണമെന്നും ഹൈദരലി തങ്ങൾ ACC നേതൃത്വത്തെ അറിയിച്ചു. രാഹുൽ ഗാന്ധി വരുമെന്നതിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. വയനാട്ടിലെ അനിശ്ചിതത്വം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിച്ച സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് പരസ്യ പ്രതിഷേധമുയർത്തുന്നത്. പാണക്കാട് ചേർന്ന അടിയന്തര ലീഗ് നേതൃയോഗം സാഹചര്യങ്ങൾ വിലയിരുത്തി. UDFന് വൻ ഭൂരിപക്ഷം ലഭിക്കുന്ന മണ്ഡലത്തിലെ നിലവിലെ അവസ്ഥ ദയനീയമാണെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. വയനാട്ടിലെ അനിശ്ചിതത്വം മറ്റു ചില മണ്ഡലങ്ങളെയും ബാധിച്ചു തുടങ്ങി. രാഹുലിന്റെ വരവിനെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾ പരസ്പര വിരുദ്ധ പ്രസ്താവനകളുമായി രംഗത്തുവരുന്നതും സാഹചര്യം മോശമാക്കുന്നു. ലീഗ് പ്രതിഷേധം AICC നേതൃത്വത്തെ അറിയിച്ചതായി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമുക്ക് തീരുമാനം അത് വൈകരുത് എന്നുള്ളത് ഞങ്ങൾ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വേഗം തീരുമാനം വേണം, അതാണ് നല്ലത്. എന്നാൽ രാഹുൽ ഗാന്ധി വരുമെന്നതിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ഇതുവരെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നൊരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അല്പം കൂടി കാത്തിരിക്കുക, പോസിറ്റീവായിട്ടൊരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെയും എൻ്റെ പ്രതീക്ഷ. ന്യൂസ് 18 കോഴിക്കോട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പരാമർശത്തിന് മറുപടിയുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. വയനാട് മത്സരിക്കരുതെന്ന് CPM നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കണം. BJPക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത വയനാട്ടിൽ വന്ന് രാഹുൽ മത്സരിക്കുന്നതിന്റെ സന്ദേശം എന്താണെന്നാണ് CPM വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ മറ്റ് അന്തർധാരകളൊന്നുമില്ലെന്നും MA ബേബി പറഞ്ഞു. ന്യൂസ് 18 കേരളത്തിന്റെ വരികൾക്കിടയിൽ എന്ന പരിപാടിയിലായിരുന്നു MA ബേബിയുടെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ആരെല്ലാം എവിടെല്ലാം മത്സരിക്കണം എന്നുള്ളത് ഒരിക്കലും ഞങ്ങളുടെ അജണ്ടയല്ല. വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ള ചോദ്യം പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് രഹസ്യമായിട്ട് ഉന്നയിച്ചതല്ല, അന്തർനാടകങ്ങളല്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ അന്തർനാടകങ്ങളും അന്തർധാരയും എന്നാണ്. അതൊന്നുമല്ല, ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പരസ്യമായി പറയും. കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധിയെ സീതാറാം യെച്ചൂരിയോ മറ്റാരെങ്കിലുമോ വിളിച്ചറിയിച്ചു എന്നൊരാക്ഷേപമുണ്ടെങ്കിൽ അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ മറുപടി പറയാം. ഞാൻ വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാകുമായിരുന്നു, എന്നാൽ CPMന്റെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് എന്നത് പറയാമല്ലോ. ലെറ്റ് us hear it from the horse's mouth. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഉണർവുണ്ടാവുമെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ ഉണർവുണ്ടാവട്ടെ. കഴിഞ്ഞ തവണയല്ല. വരികൾക്കിടയിൽ പൂർണ്ണരൂപം കാണാം. നാളെ രാവിലെ 9-നും രാത്രി 9-നും. കശ്മീരിലെ ബാരാമുള്ളയിൽ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ ഒരു പ്രദേശവാസി മരിച്ചു. പുൽവാമയിൽ CRPF പോസ്റ്റിന് നേരെ നടന്ന ഗ്രനേഡ് ആക്രമണത്തിൽ ജവാന് പരിക്കേറ്റു. SBI ബ്രാഞ്ചിന് സമീപത്തെ CRPF പോസ്റ്റിന് നേരെയായിരുന്നു ആക്രമണം. സുരക്ഷാ സൈന്യം ഭീകരർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നു. കഴിഞ്ഞ മാസം CRPF വാഹന വ്യൂഹത്തിന് നേരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ ചാവേർ ആക്രമണത്തിൽ 40 ജവാന്മാർ കൊല്ലപ്പെട്ടിരുന്നു. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ NDAയുടെ കരുത്തുകാട്ടി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. നേതാക്കൾക്കൊപ്പം ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോ ആയാണ് അമിത്ഷാ ഗാന്ധിനഗറിൽ പത്രിക നൽകാനെത്തിയത്. എന്നാൽ BJP സ്ഥാപക നേതാവും സിറ്റിംഗ് MPയുമായ LK അദ്വാനിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി. രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയ BJP നേതാക്കൾ, ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ, ശിരോമണി അകാലിദൾ നേതാവ് പ്രകാശ് സിംഗ് ബാദൽ, LJP സ്ഥാപകൻ രാംവിലാസ് പാസ്വാൻ തുടങ്ങിയ ഘടകകക്ഷി നേതാക്കളെയും പ്രവർത്തകരെയും കൊണ്ട് സമ്പന്നമായിരുന്നു BJP അധ്യക്ഷൻ അമിത്ഷായുടെ പത്രികാ സമർപ്പണം. സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു അമിത്ഷാ പൊതുയോഗവേദിയിലേക്ക് എത്തിയത്. मेरे लिए सौभाग्य की बात है कि इसी क्षेत्र से मुझे लोकसभा चुनाव लड़ने के लिए कहा गया है, जहां से मैं एक कार्यकर्ता के रूप में मेरी कैरियर शुरू किया.
നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാരുണ്ടാക്കാൻ NDA പ്രതിജ്ഞാബദ്ധമാണെന്ന് അമിത്ഷാ പറഞ്ഞു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഷയാണ് കോൺഗ്രസുകാർ ഉപയോഗിക്കുന്നത്. പൊതുയോഗത്തിന് ശേഷം ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോയ്ക്ക് ശേഷം നേതാക്കൾക്കുമെത്തി അമിത്ഷാ പത്രിക സമർപ്പിച്ചു. അതേസമയം BJP സ്ഥാപക നേതാവ് LK അദ്വാനി പത്രികാ സമർപ്പണത്തിന് എത്തിയിരുന്നില്ല. 1998 മുതൽ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി പാർലമെന്റിലെത്തിയിരുന്നത് അദ്വാനിയായിരുന്നു. നേരത്തെ സീറ്റ് നിഷേധിച്ച കാര്യം മുതിർന്ന നേതാക്കൾ അറിയിക്കാത്തതിൽ അദ്വാനിക്ക് അതൃപ്തിയുണ്ടായിരുന്നു. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് 29 സ്ഥാനാർത്ഥികൾ. 3 മുന്നണികളുടെയും പല പ്രമുഖ സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക സമർപ്പിച്ചവരിൽ പെടുന്നുണ്ട്. പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒപ്പമെത്തിയാണ് സ്ഥാനാർത്ഥികൾ ജില്ലാ വരണാധികാരികൾക്ക് പത്രിക നൽകിയത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളായ C. ദിവാകരനും A. സമ്പത്തും ജില്ലാ കളക്ടർ വാസുകിക്ക് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കടുത്ത മത്സരം നടക്കുന്ന വടകരയിലെ സ്ഥാനാർത്ഥി P. ജയരാജനും ഇന്ന് പത്രിക സമർപ്പിച്ചു. ചാലക്കുടിയിലെ ഇടതു സ്ഥാനാർത്ഥി ഇന്നസെന്റ് എറണാകുളത്ത് പത്രിക നൽകി. തൃക്കാക്കരയിൽ നിന്ന് പ്രകടനമായാണ് എറണാകുളം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി P. രാജീവ് എത്തിയത്. രാവിലെ തന്നെ നേതാക്കൾക്കൊപ്പമെത്തി TK ശ്രീമതി കണ്ണൂരിലും AM ആരിഫ് ആലപ്പുഴയിലും A. പ്രദീപ് കുമാർ കോഴിക്കോടും പത്രിക നൽകി. UDFന്റെ ഷാനിമോൾ ഉസ്മാനും ആലപ്പുഴയിൽ പത്രിക സമർപ്പിച്ചു. മന്ത്രിമാരായ AK ബാലൻ, K. കൃഷ്ണൻകുട്ടി, AC മൊയ്തീൻ എന്നിവർക്കൊപ്പമാണ് PK ബിജു പാലക്കാട് പത്രിക നൽകാനെത്തിയത്. PP സുനീർ വയനാട്ടിലും KP സതീഷ് ചന്ദ്രൻ കാസർഗോഡും വരണാധികാരികളായ ജില്ലാ കളക്ടർമാർക്ക് പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രനും നാമനിർദ്ദേശ പത്രിക നൽകി. കോഴിക്കോട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഘടകകക്ഷി നേതാക്കൾക്കൊപ്പമാണ് എത്തിയത്. അതേസമയം കോഴിക്കോട് DCC പ്രസിഡന്റ് T. സിദ്ദിഖിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന ചിത്രമെടുത്ത് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെന്നാരോപിച്ച് UDF പ്രതിഷേധം. പെൻഷൻ വിതരണം നടത്തിയ കോഴിക്കോട് കായണ്ണ സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ക്ഷേമ പെൻഷൻ വാങ്ങിയ വൃദ്ധ ദമ്പതികളുടെ ചിത്രമെടുത്ത് സമൂഹമാധ്യമങ്ങൾ വഴി CPM പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെന്നാണ് ആക്ഷേപം. കോഴിക്കോട് കായണ്ണ കിഴക്കേപ്പറമ്പിൽ അമ്മദും ഭാര്യ പാത്തുമ്മയും പരാതിയുമായി എത്തിയതോടെ വിഷയം UDF ഏറ്റെടുത്തു. പെൻഷൻ വിതരണം ചെയ്ത കായണ്ണ സർവീസ് സഹകരണ ബാങ്കിലേക്ക് UDF പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെ ഉന്തും തള്ളുമുണ്ടായി. പെൻഷൻ വിതരണം CPM വ്യാപകമായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. കായണ്ണ സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ വെച്ചുകൊണ്ട് എല്ലാ വീടുകളും കയറി വോട്ടഭ്യർത്ഥിക്കുന്ന ലഘുലേഖ വിതരണം ചെയ്യും. ഞങ്ങൾ തന്ന പൈസയാണ്, ഇത് ഞങ്ങളുടെ സർക്കാരിൻ്റെ പൈസയാണ്, ഇത് CPM ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള നീചമായ നടപടികളുമായിട്ടാണ് CPMന്റെ നേതാക്കന്മാർ നാട്ടിലുടനീളം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പണവുമായി പോകുന്നത്. വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് UDF നേതാക്കൾ അറിയിച്ചു. അതേസമയം ദമ്പതികളുടെ ഫോട്ടോ എടുത്തിരുന്നെന്നും അതുപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടില്ലെന്നുമാണ് CPM ഭരിക്കുന്ന സഹകരണ ബാങ്കിന്റെ വിശദീകരണം. ന്യൂസ് 18 കോഴിക്കോട്. കണക്കിൽപ്പെടാത്ത പണം കൈവശം വെച്ചതിന് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിശ്വസ്തനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ജലന്ധർ രൂപതയിലെ മലയാളി വൈദികനായ ഫാദർ ആന്റണി മാടശ്ശേരിയെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. ഇയാളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 10 കോടി രൂപയോളം പിടിച്ചെടുത്തു. കന്യാസ്ത്രീയുടെ പീഡന പരാതി ഒതുക്കി തീർക്കാൻ ഇടപെട്ടുവെന്ന ആരോപണമുയർന്ന വൈദികനാണ് ആന്റണി. ജലന്ധർ പ്രതാപ്പുരയിലെ വസതിയിൽ നിന്നാണ് ഫാദർ ആന്റണി മാടശ്ശേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തെ തുടർന്ന് വൈദിക വസതിയിൽ നടത്തിയ തെരച്ചിലിനൊടുവിൽ രേഖകളില്ലാത്ത പണം കണ്ടെത്തുകയായിരുന്നു. പഞ്ചാബ് പോലീസിന്റെ സഹായത്തോടെയായിരുന്നു റെയ്ഡ്. ഫാദർ ആന്റണി മാടശ്ശേരിയോടൊപ്പം 5 പേരെ കൂടി എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് 9,66 ലക്ഷം രൂപ കണ്ടെടുത്തു. പണത്തിന്റെ കണക്കുകളോ രേഖകളോ ഹാജരാക്കാൻ ബന്ധപ്പെട്ടവർക്കായില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ജലന്ധർ രൂപതയിലെ എപ്പിസ്കോപ്പൽ വികാരിമാരിൽ ഒരാളായിരുന്നു ആന്റണി മാടശ്ശേരി. വൈദികന്റെ അറസ്റ്റിനെ കുറിച്ച് ജലന്ധർ രൂപത ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 ഡൽഹി.
കാർഷിക വായ്പാ മൊറട്ടോറിയം ഉത്തരവിൽ സർക്കാർ വിശദീകരണം തൃപ്തികരമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ഉത്തരവിന്റെ അടിയന്തര സാഹചര്യം ബോധ്യപ്പെട്ടു. തുടർ നടപടികൾക്കായി ഫയൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരുന്നു. ഫയൽ നീക്കുന്നത് വൈകിയതാണ് തിരിച്ചടിയായത്. വിശദമായ അപേക്ഷ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു.